പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിൽ തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട 4 ഭാഷകളിൽ നിങ്ങൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സുവിശേഷം തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ കേൾക്കാത്തതായ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെയും സൗണ്ട് ഡോക്ട്രിൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദൂതുകൾ, ഈ മെസ്സേജുകൾ നിങ്ങളുടെ രക്ഷയ്ക്ക് ഉതകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. ഏതു ഭാഷയിലുള്ള സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോഴും JCNDSൽ കൂടെ അത് നിങ്ങളുടെ രക്ഷയ്ക്ക് ഉതകത്തക്ക രീതിയിലുള്ള മെസ്സേജാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്തെന്ന് ചോദിച്ചാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും ദൈവസന്നിധിയിൽ വരണം, സ്വർഗത്തിന് അവകാശികളായി തീരണം, നിത്യജീവൻ അവകാശികളായി തീരണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടണം. നാശം വിട്ടൊഴിയുവാനും ഒരിക്കലും ഒരു കാരണവശാലും ഒരു കുഞ്ഞു പോലും JCNDSൽ കൂടെയുള്ള മെസ്സേജ് കേട്ടതിന് ശേഷം നരകത്തിൽ പോകുവാൻ ഇടയാകാൻ പാടില്ല എന്നുള്ള വളരെ പ്രത്യാശയോടും വേദനയോടും അങ്കലപ്പാടും കൂടിയാണ് ഈ സുവിശേഷം ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അന്ത്യസമയമാകിയാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാതെ എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നരകത്തിലും കുറച്ച് ആളുകൾ വേണ്ടേ എന്ന് പലരും മലയാളികളായിരിക്കുന്നവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ നരകത്തിൻ്റെതായ ഭീകരത അവർക്കറിയില്ല. വെറും എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ നോവലുകളോ വായിച്ചു മനസ്സിലാക്കിയതിൻ്റെ ഒരു അറിവ് മാത്രമേ അവർക്കതിനോടുള്ളൂ. അതുകൊണ്ടാണ് അത്ര നിസ്സാരമായിട്ട് ജീവിതത്തെ എവിടെ പോയാലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മനസ്സിലാക്കണമേ ദൈവജനങ്ങളെ. തീപ്പൊയ്ക എന്ന് പറയുന്നത് ദൈവം നിഗളിച്ചുപോയ ദൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. അത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ പോവുകയാണെങ്കിൽ സ്വയമായി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് തീപ്പൊയ്ക. ഗന്ധകവും തീയും കത്തുന്ന തീപ്പൊയ്ക. അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയും ആയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ വിചാരിക്കുക. നരകത്തെക്കുറിച്ചുള്ള ഒരു പഠനം തീർച്ചയായിട്ടും ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു എന്ന് ഒരു ദിവസം യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ പറയുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ യേശുക്രിസ്തു അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ. പിന്നീട് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്തിനാണ് നരകത്തിൽ കരച്ചിലും പല്ലുകടിയും? അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഒരുപക്ഷെ നിങ്ങൾക്ക് നരകം തെറ്റി ഒഴിയുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കരച്ചിലും പല്ലുകടിയും? ഞങ്ങളെപ്പോലെ അപ്പോസ്തലന്മാരെ പോലെ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് കേട്ടതിന് ശേഷം ഇത് യേശുനാമക്കാരുടെ മെസ്സേജാണ്, ഇത് ദുരുപദേശമാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞാൽ നിങ്ങളുടെ ജീവൻ്റെ അവസാനം നിങ്ങളുടെ നിത്യജീവൻ നരകത്തിലായിരിക്കുമ്പോൾ അവിടെയാണ് കരച്ചിലുണ്ടാകാൻ പോകുന്നത്. പല്ലുകടി ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ JCNDSDയിൽ കൂടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ സുവിശേഷം അവരെങ്ങനെ പ്രസ്താവിച്ചോ പഠിപ്പിച്ചുവോ കാണിച്ചുവോ അതേ പ്രസംഗം അതേ സുവിശേഷമാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് അറിയിക്കുന്നത്. അത് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സഭയിലുള്ള പാസ്റ്റർമാരോട് ചോദിക്കും, ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം കേട്ടു, ദൈവം ഏകനെന്ന് അവർ പറയുന്നു. JCNDSDയിലെ ആൾക്കാർ പ്രസംഗർ പറഞ്ഞു ദൈവം ഒരുവനേ ഉള്ളൂ, മാത്രവുമല്ല പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഏൽക്കണം എന്ന് അവരുടെ എല്ലാ ഭാഷയിലുള്ള മെസ്സേജുകളും പറയുമ്പോൾ അത് ശരിയാണോ എന്ന് നിങ്ങളുടെ പാസ്റ്റർമാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, അല്ലല്ല, ഒരിക്കലും ശരിയല്ല, അവർ ദുരുപദേശകരാണ്, അവർ യേശുനാമക്കാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ സത്യത്തിൽ നിന്ന് തടുക്കുന്ന അവരാണ് തൃത്വത്തിലുള്ള പാസ്റ്റർമാരെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകാൻ കാര്യം, അപ്പോൾ നിങ്ങൾ ഈ സത്യസുവിശേഷം കേട്ടതിന് ശേഷം നിങ്ങളുടെ പാസ്റ്റർമാർ, നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാർ ഇതിനെ അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടയുമ്പോൾ നിത്യ നരകത്തിലായി നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർമാരെ അവിടെ വെച്ച് കാണുമ്പോൾ അവരുടെ നേരെ നിങ്ങൾ പല്ലുകടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നുള്ള ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് പ്രിയ മാന്യ സഹോദരി സഹോദരന്മാരെ, ബൈബിൾ എന്ന് പറയുന്നു, നല്ലതും തീയതും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, തിരഞ്ഞെടുക്കേണ്ടത് നീയാകുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ എൻ്റെ പ്രസംഗ വിഷയമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്നും അതേ വിഷയത്തെ കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. സ്നേഹവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ ബെറിയയിലെ വിശ്വാസികളെ പോലെ അവർ തെസ്സലോനിക്കക്കാരെക്കാട്ടും സമർത്ഥരായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ കേൾക്കുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചു പോരുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യശ്രോതാക്കളെ, ഈ JCNDSD വാട്സാപ്പ് ഗ്രൂപ്പിലും പിന്നീട് ഫേസ്ബുക്കിലും പിന്നീട് യൂട്യൂബിലുമായി ശ്രവിക്കുന്നവരെ, ഞങ്ങൾ പ്രസ്താവിക്കുന്നതായ സുവിശേഷം നിങ്ങൾ ആരുടെയും മുഖത്ത് നോക്കാതെ ആരെയും മാനിക്കാതെ ഈ പറയുന്ന വാക്യങ്ങൾ ബൈബിളിലുണ്ടോ, ഇത് ശരിയാണോ എന്ന് ബെറിയയിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് സത്യം മനസ്സിലാക്കി രക്ഷയെങ്കിലേക്ക് വരുവാൻ, നരകത്തെ വിട്ടൊഴിയുവാൻ തക്കോണം ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സബ്ജക്റ്റായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചകളായിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്നും അതേപ്പറ്റി തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രധാനമായിട്ടുള്ള വാക്യമായിരുന്നു, വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമായിരുന്നു ഞാൻ കോട്ട് ചെയ്തത്. For many are called but few are chosen. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. തീർച്ചയായിട്ടും ബൈബിളിൻ്റെ ഏത് വ്യവസ്ഥകൾ നോക്കിയാലും നാശത്തിലേക്ക് പോകുന്നവരുടെ ഒരു കൂട്ടം എപ്പോഴും ഒരു മെജോറിറ്റി ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സോദോം ഗോമോറ നശിച്ചപ്പോൾ ലോത്തിന്റെ ഭാര്യയും 2 മക്കളും കൂടെ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. എങ്കിലും പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ കൽപ്പന ലംഘിച്ചതിനാൽ
ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറുവാനിടയായി. മാത്രമല്ല, 10ാം തലമുറയിൽ ഉണ്ടായിരുന്ന ജനത ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് എതിരായിട്ട് ചെയ്തപ്പോൾ നോഹയുടെ കുടുംബത്തെയും ഒഴിച്ചു ബാക്കിയുള്ളവരെ മുഴുവനും ജലപ്രളയത്താൽ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. തീർച്ചയായിട്ടും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ഈ ലോകത്തിലുള്ളത് മൈനോറിറ്റിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, തൃത്വ സഭകളിൽ പോകുന്ന വിശ്വാസികളെ, ഒരിക്കലും നിങ്ങളുടെ മെജോറിറ്റി ആഗ്രഹിക്കുകയും പ്രസാദിക്കുകയും ചെയ്യുന്നതല്ല സ്വർഗസ്വനായ ദൈവം. എന്തുകൊണ്ടെന്നാൽ അവൻ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവൻ്റെ സാന്നിധ്യമുണ്ട്. ചെറിയ കൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വാഗ്ദത്വങ്ങൾ കൊടുത്തിരിക്കുന്നത് മെജോറിറ്റിക്കല്ല, പിന്നെയോ മൈനോറിറ്റിക്കാണ്. എന്നാൽ മനുഷ്യൻ്റെ ഈ അക്ഷരീയമായിട്ടുള്ള കണ്ണുകൾ കാണുമ്പോൾ, അവരുടെ കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോൾ, പെന്തക്കോസ്ത് തലങ്ങളിലായിരിക്കുന്ന IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, TPM, ബഥേൽ, WME, അങ്ങനെ അനേക തൃത്വ സഭകളിലെ മെജോറിറ്റി അവർ കാണുമ്പോൾ അവർ ചോദിക്കും, എന്നാൽ ഇവർ മുഴുവനും നരകത്തിൽ പോവോ? നരകത്തിൽ പോവോ ഇല്ലോ ഉള്ളതിൻ്റെ ഉത്തരം ഇതാണ്: പാപബോധം ലഭിച്ചോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ തൃത്വ സഭകളായിരിക്കുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ആയിരിക്കുന്ന സഭകളിലുള്ളവരെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചോ? പാപമോചനം എങ്ങനെയാണ് ലഭിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറയുമ്പോൾ അത് മോചിക്കാതെ, അതനുസരിക്കാതെ തട്ടാമുട്ടി കാര്യങ്ങൾ പറഞ്ഞ്, തട്ടാമുട്ടി BTH, MTH, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, PhD, ഇങ്ങനെയുള്ള ലോകത്തിലെ ജ്ഞാനമുള്ള വിദ്യാഭ്യാസമുള്ളവരുടെ ബുക്കുകൾ വായിച്ച് അവരുടെ സിദ്ധാന്തങ്ങൾക്ക് പുറകെ പോയാൽ ദൈവം മാനിക്കുന്നതല്ല അത്. എന്തുകൊണ്ടെന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് അപ്പോസ്തലന്മാരെ ആകുന്നു സുവിശേഷം അറിയിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അവരെക്കുറിച്ച് ലോകം എന്തു പറഞ്ഞു? ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ ഇവിടെ വന്നോ? ഇവരുടെ ഉപദേശത്താൽ നിങ്ങൾ ഞങ്ങളുടെ നഗരത്തെ മുഴുവനും നിറച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലന്മാരെ കുറിച്ച് ലോകം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സൗരന്മാരെ, നിങ്ങൾ ഇതുവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നോ? നിങ്ങൾ 50 വർഷമായി, 60 വർഷമായി, 70 വർഷമായി, 100, 150 വർഷങ്ങളായി, തലമുറയായി ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസികളാണ്, ഞങ്ങളുടെ സഭയിൽ എല്ലാവരും പാഷന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, കർദിനാൾമാരുണ്ട്, തിരുമേനിമാർ ഉണ്ടെന്ന് പറയുന്ന വിശ്വാസികളെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സഭ നിങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ പോകുന്ന ചർച്ചിൽ നിങ്ങളുടെ പാഷന്മാർ നിങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുമോ? അവരുടെ മാനുഷികമായിട്ടുള്ള ഉപദേശത്താൽ, പഠിപ്പീരിനാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുമോ? രക്ഷ ലഭിക്കുവാൻ എന്താണ് ബൈബിൾ പറയുന്നത്? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പത്രോസ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശമുള്ള പത്രോസ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും എന്നുള്ള ആ വളരെ ശക്തകരമായിട്ടുള്ള ഉപദേശത്തിൻ്റെ താക്കോലുകൾ കൊടുത്തിരിക്കുന്നത് ആരുടെ കയ്യിലായിരുന്നു? പത്രോസിൻ്റെ കയ്യിൽ. ആ പത്രോസ് രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് എന്ത് ചെയ്യണമെന്നാണ് ലോകത്തോട് അവരുടെ സുവിശേഷ ഘോഷണത്തിൽ അറിയിച്ചത്. പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തർ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൃപായുഗത്തിൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തു എന്ന നാമമാകുന്നു.
ഈ യേശു ക്രിസ്തു ആരാകുന്നു? പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണപ്പെടുന്ന യഹോവ അഡോണൈ എന്ന് പറഞ്ഞ യഹോവ അല്ലെങ്കിൽ യാവേ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്തത്, വെളിപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ മാനുഷികമായ, നിങ്ങളുടെ സഭകൾ പഠിപ്പിക്കുന്നതായ ഉപദേശമായിരിക്കുന്ന തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, സാരാംശം, സത്ത, കോ ഈക്വൽ, കോ എറ്റേണൽ, കോ എക്സിസ്റ്റൻ്റ് എന്ന് പറയുന്നതായ പഠിപ്പീരുകൾ, അതിൻ്റെ റൂട്ട് കത്തോലിക്ക സഭയാണ്. AD 325 തെർത്തുല്യൻ കൂട്ടുകെട്ടിൽ കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ച മണിപ്പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും അടിച്ചമർത്തിയും രക്തരൂക്ഷിതമായ പീഡനത്തിൽ കൂടെയും സ്ഥാപിച്ചെടുത്ത ഒരു ഉപദേശമാണ് തൃത്വം. ആ തൃത്വത്തിലാകുന്നു കത്തോലിക്കരുടെ അടിസ്ഥാന പ്രമാണം. ആ അടിസ്ഥാന പ്രമാണമാണ് പെന്തക്കോസ്തുകാരും ഫോളോ ചെയ്യുന്നത്. ആ കത്തോലിക്ക സഭയെ വെളിപ്പാടിൽ കാണുന്നു മ്ലേച്ഛതകളുടെ വേശ്യയായ സ്ത്രീയെക്കുറിച്ച് എന്ന് സകല പെന്തക്കോസ്തുകാരും പറയുന്നു. അങ്ങനെയെങ്കിൽ ആ വേശ്യ സ്ത്രീയായ കത്തോലിക്ക സഭയുടെ റൂട്ട് ഉപദേശമാണ് തൃത്വം. ആ തൃത്വമല്ലേ ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന തൃത്വ സഭകളായിരിക്കുന്ന റൂട്ട്? അപ്പോൾ ആ മ്ലേച്ഛ സ്ത്രീയായിരിക്കുന്ന മാതാവിൻ്റെ പെൺമക്കളാകുന്നു നമ്മുടെ മുമ്പിൽ കാണുന്ന തൃത്വ സഭകൾ. IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, WME, TPM, അതുപോലെ ഏതൊക്കെ തൃത്വ സഭകൾ നമ്മുടെ മുമ്പിൽ കാണുന്നുവോ അതെല്ലാം ആ മ്ലേച്ഛതയുടെ മാതാവായ കത്തോലിക്ക സ്ത്രീ, ആ സ്ത്രീയുടെ പെൺമക്കളാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അടിസ്ഥാന ഉപദേശമാകുന്നു തൃത്വം. ദൈവം അറക്കപ്പെടുന്നതും ദൈവം വെറുക്കപ്പെടുന്നതുമായ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ കൽപ്പന കൊടുത്ത ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ഒരു ദൈവത്തിൽ 3 പേഴ്സൺ, 3 സാരാംശം, സത്ത, ഊസ്യ എന്നൊക്കെ പഠിപ്പിച്ച് ജനഹൃദയങ്ങളെ വഞ്ചിക്കുന്ന പൈശാചിക ഉപദേശമാകുന്നു തൃത്വം എന്ന് മനസ്സിലാക്കി ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതും പ്രമാണിച്ചതും കാണിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള വ്യവസ്ഥ, ആ കൽപ്പനകളെ അനുസരിക്കുവാൻ നിങ്ങൾക്ക് തയ്യാറായാൽ തീർച്ചയായിട്ടും നരകത്തെ വിട്ടൊഴിഞ്ഞ് നിത്യമായി യേശുക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിൽ വാഴുവാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവല്ലേ പറഞ്ഞത്, വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു. എന്താണ് വിളിക്കപ്പെട്ടവർ? അനേകർ പറയും, ഞാൻ ദൈവശബ്ദം കേട്ടു, ദൈവം എന്നെ വിളിച്ചു, ഞാനൊരു പ്രകാശം കണ്ടു, ഞാൻ ദൂതൻ്റെ ശബ്ദം കേട്ടു, പ്രവാചകന്മാരുടെ ശബ്ദം എന്നോട് വ്യക്തമായി സംസാരിച്ചു. ഒരു പക്ഷേ നിങ്ങൾ ഈ പറയുന്നതെല്ലാം ശരിയായിരിക്കാം. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുന്നുവോ എന്നാണ് ചിന്തിക്കേണ്ടത്. എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാവുന്നു. ദൈവം തിരഞ്ഞെടുത്തവരെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. ഞാൻ പലരുടെയും പേരുകൾ പറയുണ്ടായി. നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. ഹനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതായി. ഏലിയാവ് വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. യഹോവയെ സേവിക്കാതിരുന്ന 480 പ്രവാചകന്മാരുടെ മുമ്പിൽ 2 യാഗപീഠങ്ങൾ ഉയർന്നു. ഒന്ന് ബാലിൻ്റെ ദൈവത്തെ സേവിക്കുവാനുള്ള ഒരു യാഗപീഠം, വേറെ ഒന്ന് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനുള്ള യാഗപീഠം. അവിടെ യാഗപീഠത്തിൽ 2 കൂട്ടരും കാളകളെ വെച്ചു, വെള്ളമൊഴിച്ചു. എന്നാൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട് വാതുകെട്ടി. ബാലിൻ്റെ പ്രവാചകന്മാരുടെ പ്രാർത്ഥന രാവിലെ മുതൽ ഉച്ചവരെ ആയിട്ടും ഒരു ശബ്ദമോ ഒരു വിളിയോ കേൾക്കാതിരുന്നപ്പോൾ ഏലിയാവ് ഉച്ച കഴിഞ്ഞ സമയത്ത് സന്ധ്യയോടടുക്കുമ്പോൾ അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് യാഗപീഠത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന്
തീയിറങ്ങി ഏലിയാവിൻ്റെ യാഗ വസ്തുക്കളെയും ഭസ്മമാക്കി കളഞ്ഞു. അതിനുശേഷം ഈ ബാലിൻ്റെ പ്രവാചകന്മാർ രക്ഷപ്പെടുവാൻ നോക്കിയപ്പോൾ കിദ്രോൻ തോട്ടിൽ വരെ അവരെ പിന്തുടർന്ന് വാളിൻ്റെ വായ്ത്തലയാൽ അവരെ കൊന്നുകളഞ്ഞു. കണ്ടോ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ആ വ്യഗ്രത. ഒരിക്കലും ഇങ്ങനെ ജീവനുള്ള ദൈവത്തെ കുറിച്ച് വിരോധം പറയുകയും വിഗ്രഹമായിരിക്കുന്ന ബാലിനെ സേവിക്കുകയും ചെയ്യുന്ന ജനതയുടെ മേൽ അത്യുഗ്ര കോപം ജ്വലിച്ച ഏലിയാവ് ആ പ്രവാചകന്മാരെ മുഴുവനും ഉന്മൂലനാശം ചെയ്തു വാളിൻ്റെ വായ്ത്തലയാൽ. തീർച്ചയായിട്ടും സത്യദൈവത്തെ തെളിയിക്കുവാനും സത്യദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും നമ്മുടെ ഉള്ളിൽ ഒരു വ്യഗ്രത ഉണ്ടാകണം, ഒരു ചൂടുണ്ടാകണം. എന്തുകൊണ്ടെന്നാൽ ഏലിയാവിനുണ്ടായി. ആ ഏലിയാവിനെ ദൈവം അഗ്നിരഥങ്ങൾ കൊണ്ടുള്ള അഗ്നിരഥങ്ങളെ അയച്ച് സ്വർഗത്തിലേക്ക് അവനെടുക്കപ്പെട്ടു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏലിയാവ്. അങ്ങനെ പല പല പ്രവാചകന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തിരഞ്ഞെടുത്തു. കാലാകാലങ്ങളിൽ ദൈവത്തെ അറിയുവാനും കൽപ്പനകളെ അനുസരിക്കാനും ജനത്തോട് കൽപ്പന കൊടുത്തു. എന്നാൽ മെജോറിറ്റി ആയിരിക്കുന്നവർ ദൈവശബ്ദം കേൾക്കാതെ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ അവർ നശിച്ചുപോയി. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന വിരലിൽ എണ്ണാൻ പറ്റുന്ന ചിലർ മാത്രമാണ് ദൈവത്തെ സേവിക്കുകയും ദൈവത്തിന് വേണ്ടി മാനമായി നിൽക്കുകയും ചെയ്ത് അവൻ്റെ നാമത്തെ ഉയർത്താൻ. അതിലൊന്നാണ് ജോസഫ്, ഇയ്യോബ്, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ. അങ്ങനെ പഴയ നിയമ കാലത്തുള്ള ചിലരും. ദാവീദ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ പരിഹസിച്ച് 40 രാവും 40 പകലും ഇസ്രായേൽ ജനത്തെ നിന്ദിച്ചതായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ യഹോവയെ സേവിക്കുന്ന ദാവീദിന്റെ ഉള്ളിൽ ചൂട് പിടിച്ചു. അവൻ ശൗൽ രാജാവിനോട് പറയുണ്ടായി, ഇന്ന് ഞാൻ ഇവന്റെ ശരീരം, മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മല്ലനായ ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ഒരു 5 കല്ലെടുത്തെങ്കിലും ഒരു കല്ല് അവന്റെ കവണയിൽ വെച്ചുകൊണ്ട് അത് ചുറ്റി എറിഞ്ഞു. ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ പതിക്കുവാനും ആ മല്ലനായ ഗോലിയാത്തിനെ തകർത്ത് കളയുവാനും ദാവീദിന് സാധിച്ചു. അവൻ എന്താണ് പറഞ്ഞത്? നീ വാളും കുന്തവും പരിചയവുമായി എൻ്റെ നേരെ വരുന്നു, എങ്കിലോ ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിലാകുന്നു എന്നാണ് ഒരു ദാവീദ് പറഞ്ഞത്. തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ വലിയൊരു മെജോറിറ്റി രാജാക്കന്മാര്, ന്യായാധിപന്മാരെല്ലാം ജീവിക്കുന്ന ദൈവമായ യഹോവയെ ത്യജിച്ചപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടം അവരുടെ ഫണ്ടമെൻ്റൽ ബേസിക്കായിട്ടുള്ള വാക്യം അവിടെ ഉള്ളിൽ പ്രിൻ്റ് ചെയ്തത്, ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറഞ്ഞ ആ വാക്യമായിരുന്നു, ആ ഉപദേശമായിരുന്നു, ആ പ്രമാണം. ആ പ്രമാണത്തെ ഉള്ളിലാക്കിയ അബ്രഹാമിൻ്റെ സന്തതികൾ, അല്ലെങ്കിൽ യാക്കോബിൻ്റെ 12 പുത്രന്മാരുടെ പിതാക്കന്മാരുടെ പാരമ്പര്യമാകുന്നു, അവരുടെ കൊച്ചുമക്കളാകുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രം. ലോകത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ തലവേദനയായി ഇപ്പോഴും സിംഹത്തെ പോലെ അവൻ അലറുന്നു. ശത്രുക്കളെ ഒടുക്കിക്കളയാൻ തക്കവണ്ണം ഉള്ള ശക്തി അവന് ദൈവം കൊടുത്തിട്ടുണ്ട്. കാട്ടുപോത്തിന്റെ ബലമാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത്. ഒരുവൻ 1000 പേരെ ഓടിക്കുന്ന ശക്തിയായിരുന്നു പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ എന്ന ഒരു ചെറിയ കൂട്ടത്തെ പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. ആ ദൈവജനത്തിൻ്റെ ആ പരമ്പര, കൊച്ചുമക്കളായിരിക്കുന്ന സന്തതികൾ ഇപ്പോൾ ലോകത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
അനേകർ വിളിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ലോർഡ്. അവിടെ ജോൺ 15-ാം അധ്യായത്തിൻ്റെ 16 ഇങ്ങനെ പറയുന്നു, യു ഹാവ് നോട്ട് ചോസൺ മീ ബട്ട് ഐ ഹാവ് ചോസൺ യു ആൻഡ് ഓർഡൈൻ യു ദാറ്റ് യു ഷുഡ് ഗോ ആൻഡ് ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട് ആൻഡ് ദാറ്റ് യുവർ ഫ്രൂട്ട് ഷുഡ് ബി റിമെയിൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്തു, ഓർഡൈൻ ചെയ്തിരിക്കുന്നു, അധികാരപ്പെടുത്തി. എന്തിനാണ്? ദാറ്റ് യു ഷുഡ് ഗോ ആൻഡ് ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട്. അതായത് നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഏത് തരത്തിലുള്ള ഫലമാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരിൽ കൂടെ ആഗ്രഹിച്ചത്? അവർ സുവിശേഷം പറഞ്ഞ് അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവിടെ സുവിശേഷം മുഖാന്തരമായി അനേകർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാരും പറയുണ്ടായി, നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു ക്രിസ്തു ഏത് ഫലമാണ് അപ്പോസ്തലന്മാരെ കുറിച്ച് ഉദ്ദേശിച്ചത്? നിങ്ങൾ പോയി, യു ഷുഡ് ഗോ ആൻഡ് ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട്. ഏത് തരത്തിലുള്ള ആ ഫലങ്ങളാണ്? അതായത് ആത്മീയമായി ഒരുവൻ ദൈവത്തിലേക്ക് വരുമ്പോൾ അവൻ ഒരു ഫലമായി തീരുന്നു ദൈവത്തിൻ്റെ. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഫലം പുറപ്പെടുവിക്കാനുള്ള ഗോസ്പൽ തുടങ്ങിയത് യെരുശലേമിൽ. അത് പെന്തക്കോസ്ത് ദിവസമായിരുന്നു. ആ പെന്തക്കോസ്ത് ദിവസത്തിൽ ഭൂമിയുടെ അടിയിലുള്ള എല്ലാ നേഷനിലുള്ള ആൾക്കാർ യെരുശലേമിൽ പെന്തക്കോസ്ത് ദിവസം പെരുന്നാളിന് കൂടിയപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അവർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു. യേശു ക്രിസ്തു അവരുടെ കൂടെ 3 വർഷക്കാലമായിരുന്നപ്പോൾ അവരോട് പറയുണ്ടായി, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയയിലും യെരുശലേമിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. മാത്രവുമല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സ്വത്തിലേക്ക് വഴിനടത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പനകളെല്ലാം അവർക്ക് മനസ്സിലായതും അവരെ ഓർമ്മപ്പെടുത്തിയതും പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ്. ആ പരിശുദ്ധാത്മാവ് വന്ന പെന്തക്കോസ്ത് ദിവസമായിരുന്നു പത്രോസ് ആദ്യമായി പബ്ലിക്കിനോട് സംസാരിച്ചത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. അവൻ്റെ വാക്ക് കൈക്കൊണ്ട 3000 പേര് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിൻ്റെ ഫലം. യേശു ക്രിസ്തു എന്തുദ്ദേശിച്ചോ ആ ഫലം പുറപ്പെടുവിച്ചവരാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൽ, സുവിശേഷത്തിൽ, അവിടെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരുന്നവരെ ദൈവത്തിന് സഭയോട് ചേർത്തു. അതാകുന്നു ഫലങ്ങൾ. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരിൽ കൂടി ഉദ്ദേശിച്ച ഫലങ്ങൾ അതായിരുന്നു. സുവിശേഷം പറഞ്ഞ് അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരിക. JCNDSDയിൽ കൂടെ ഞങ്ങൾ പ്രസ്താവിക്കുന്നത് ഡിറ്റോ അപ്പോസ്തലന്മാരും മറ്റുള്ള പത്രോസും അതുപോലെ മറ്റുള്ള അപ്പോസ്തലന്മാരും പ്രസംഗിച്ച 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ച അതേ സുവിശേഷമാകുന്നു നിങ്ങൾ ഈ 1-ാം നൂറ്റാണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ്? പത്രോസ് പ്രസംഗിച്ച അതേ പ്രസംഗം, അതേ വാചകം, അതേ വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഉരുവിടുന്നു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിൽ പോകുന്ന
തൃത്വ ബന്ധുക്കോസിൽ പോകുന്ന സൗരസാരന്മാരെ, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് ഏറ്റിരിക്കുന്നത്. ആ സ്നാനത്തിൽ നിങ്ങളുടെ പാപം മോചിച്ചിട്ടില്ല. നിങ്ങളുടെ പാപം മോചിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയും. നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കും. ക്രിസ്തുവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും. അതാണ്, അങ്ങനെയുള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവോ? യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച്, അപ്പോസ്തലന്മാരുടെ സുവിശേഷം അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണോ എന്ന് അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ 3000 പേരെ പോലെ അതേ പാറ്റേണിൽ, അതേ ക്രൈറ്റീരിയയിൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്നാനമേൽക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നുള്ളൂ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആകെയുള്ളൂ എന്ന് വളരെ വ്യക്തമായി സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. കൃപാലുവായ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രക്ഷയിലേക്ക് വരിക. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് തീർച്ചയായിട്ടും 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്നാനപ്പെട്ട് പാപങ്ങളെ മോചിച്ചു കളഞ്ഞവരായി ദൈവസഭയിൽ ചേരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.